3,042 crore rupees allocation for Kerala. If you compare it with the UPA period, this is 8 times. റെയിൽ വികസനത്തിന് 3042 കോടി രൂപയാണ് 2025-26 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിനായി വകമാറ്റിയിരിക്കുന്ന തുക. UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായതിനേക്കാൾ 8 ഇരട്ടി. സംസ്ഥാനത്തെ ആകെ നിക്ഷേപം 15,742 കോടി രൂപയാണ്. റെയിൽ പാലങ്ങളുടെ നിർമ്മാണത്തിനും പാതകളുടെ നവീകരണത്തിനുമാണ് നിലവിൽ തുക ഉപയോഗിക്കുന്നത്. അമൃത് സ്റ്റേഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തി 35 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനവും പുരോഗമിക്കുന്നു. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, അങ്കമാലി, ചാലക്കുടി, കോഴിക്കോട്, കായംകുളം, കൊല്ലം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യാത്രാക്ലേശം പരിഹരിക്കാനും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ട്രെയിൻ യാത്രയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ തീവണ്ടികളും കോച്ചുകളും വരുമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. പാത ഇരട്ടിപ്പിക്കുന്നതിലും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്നതിലും ചർച്ചകളും അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. വരും നാളുകളിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തും. കേരളത്തിന്റെ ഏറെ നാളായുള്ള ആവശ്യം ശബരി റെയിൽ പദ്ധതിയിൽ സംസ്ഥാനത്തോട് ത്രികക്ഷി കരാർ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. കേന്ദ്ര ബജറ്റിലെ ആകെയുള്ള റെയിൽവേ വിഹിതത്തിൽ നിന്ന് 1.61 ലക്ഷം കോടി രൂപ റെയിൽവേ സുരക്ഷയ്ക്കായിട്ടാണ് വിനിയോഗിക്കുക. ഈ ബജറ്റിൽ 50 പുതിയ നമോ ഭാരത് ട്രെയിനുകളും 100 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും അനുവദിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ പൂർത്തിയായി എന്നും തീവണ്ടികളുടെ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.